ഹായ് വെൽക്കം ടു മൈ ഹായ്. യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പോയിന്റ് ഓഫ് ഡിസ്കഷൻ വരുന്നത് നമ്മുടെ മന്ത്ലി എക്സ്പെൻസും കാര്യങ്ങളാണ്. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് മന്ത്ലി എക്സ്പെൻസ് കാര്യങ്ങൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്യാം എന്ന്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഏട്ടന് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഏട്ടന് അറിയാവുന്ന പോയിന്റ്സ്, അതെ, അപ്പോൾ ഏട്ടന് അറിയാവുന്ന പോയിന്റ്സ് ഏട്ടൻ ഡിസ്കസ് ചെയ്യും, അതേപോലെ എനിക്ക് അറിയാവുന്ന പോയിന്റ്സ് ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അത് നല്ലൊരു വ്ളോഗ് ആവും. ഓക്കെ, അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതേപോലെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു ബുക്കിലാണ് എല്ലാം പോയിന്റ്സും കാര്യങ്ങളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഒന്നും മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ വൺ ഓഫ് ദ സബ്സ്ക്രൈബറിൻ്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇത്തവണ ഒന്നും മറക്കാൻ പാടില്ല, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഏറ്റവും ഫസ്റ്റ് പോയിന്റ് എന്ന് നമ്മൾ പറയണത് നമ്മുടെ റെൻ്റാണ്. റെന്റിനെ കുറിച്ചാണ്. ഇപ്പോൾ അതെ, ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്നത് നമ്മുടെ സാലറിയുടെ എക്സ്പെൻസ് ആയാലും ഓൾമോസ്റ്റ് ഒരു 3/4 നമ്മുടെ റെന്റ് തന്നെ പോയി കിട്ടും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള റെന്റ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് എനിക്കൊന്നും അറിയില്ലായിരുന്നു ഇത്രത്തോളം റെന്റ് ഇവിടെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ റെന്റ് വരുന്നത് നമ്മുടെ പ്രോപ്പർ ദുബായ് സൈഡിലാണ്. അപ്പോൾ പൊതുവേ ഏട്ടൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമായിരുന്നു, പൊതുവേ ആൾക്കാർ ദുബായിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഷാർജ സൈഡിലാണ് ആൾക്കാർ താമസിക്കുന്നത്. മെയിൻലി ഒരു റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറയുന്നത് ഷാർജയാണ്. പിന്നെ അവിടുന്ന്, അതെ, ഫാമിലീസ് ഉള്ളത് അവിടെ നിന്നാണ്. പിന്നെ ആൾക്കാർ ഈ ജോലിക്ക് വേണ്ടി ദുബായിലേക്ക് അങ്ങനെ പോണത്. അപ്പോൾ ദുബായിൽ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 3,500 ദിർഹംസ് ഒക്കെ ആയിരിക്കും സ്റ്റാർട്ടിങ് വരുന്നത് അല്ലേ. മന്ത്ലി ഒക്കെ ആകുമ്പോൾ 3,500 ദിർഹംസ് ഒക്കെയാണ് മന്ത്ലി സ്റ്റാർട്ടിങ് വരുന്നത്. 1 BHK ഇവൻ എനിക്ക് തോന്നുന്നു സ്റ്റുഡിയോ ആയാലും എനിക്ക് തോന്നുന്നു ആ ഒരു റേറ്റ് വരുന്നുണ്ട്. 3,000 മിനിമം സ്റ്റുഡിയോ ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു റൂം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഉള്ളിൽ തന്നെ കിച്ചണും ബാത്റൂമും എല്ലാം അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. സെപ്പറേറ്റ് ബെഡ്റൂമോ ബാൽക്കണിയോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. സോ അത് കുറച്ചൊരു കൺജസ്റ്റഡ് ആയിരിക്കും. ഒരു ഫാമിലിക്ക് സ്റ്റുഡിയോയിൽ താമസിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് ആ ഫ്ലാറ്റൊക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കും. എസ്പെഷ്യലി കുട്ടികളായിട്ടൊക്കെ വരികയാണെങ്കിൽ പിന്നെ തീരെ പറ്റില്ല അങ്ങനത്തെ ഫ്ലാറ്റ്സ്. അപ്പോൾ അതിന്റെ സ്റ്റുഡിയോന്റെ റെന്റാണ് വരുന്നത് 3,500 ദിർഹംസ് പറയുമ്പോൾ ഏകദേശം ഒരു നാട്ടിലത്തെ 75,000 ആ റേഞ്ചിലേക്ക് ആയിരിക്കും മന്ത്ലി എക്സ്പെൻസ് വരുന്നത് കേട്ടോ. അതേ സമയത്ത് കുറച്ച് അഫോർഡബിൾ ആയിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ഒപ്പീനിയനിൽ ഇതേപോലെ ഷാർജ സൈഡ് താമസിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ കിട്ടും. അപ്പോൾ ഷാർജ ഞങ്ങൾ താമസിക്കുന്നത് അൽനാദ എന്ന പേര്. അപ്പം ഞങ്ങളുടെ ഈ ഒരു ഭാഗത്ത് തന്നെ പല റേഞ്ചസ് ഓഫ് ഫ്ലാറ്റ്സ് ആണ് അവൈലബിൾ ഉള്ളത്. പൊതുവെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഒരു 2,500 ദിർഹംസ് തൊട്ടാണ് സ്റ്റാർട്ട് വരുന്നത്. 2,500 ദിർഹംസ് ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ അത് 3,500 അങ്ങനെ കുറേ റേഞ്ചാണ്. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങളുടെ ബഡ്ജറ്റ് അക്കോർഡിംഗ്ലി ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ സ്റ്റുഡിയോ ഫ്ലാറ്റ്സ് അവൈലബിൾ ആണ്. അതേപോലെ ഫർണിഷ്ഡ് 1 BHK, ഫർണിഷ്ഡ് 2 BHK ഒക്കെ അവൈലബിൾ ആണ്. ഫർണിഷ്ഡ് എന്ന് പറയുമ്പോൾ ഇത് മെയിൻ ഓണറിന്റെ ഫ്ലാറ്റ് ആയിരിക്കും. അവർ ഫർണിച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഈവൻ കിച്ചണിന് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. A to Z സാധനങ്ങൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇൻക്ലൂഡഡ് ഒരു വാടകയാണ് ഈ 3,500 4,000 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ കുറച്ച് അഫോർഡബിൾ ആണ്. ബട്ട് ദെൻ ടു നമ്മൾ സാലറി ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ 3/4 അതിൽ തന്നെ പോയി കിട്ടുന്നുണ്ട്. കുറച്ചും കൂടി നല്ല രീതിയിലേക്ക് വേണം, നല്ല അഫോർഡബിൾ കൺവീനിയൻറ്റ് രീതിയിലേക്ക് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഷാർജ, മറ്റേ മുബെല്ല, ആ സൈഡ് മുബെല്ല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പിന്നെ മഹത്ത, റോല, അങ്ങനത്തെ ആ ഭാഗത്ത് നമ്മൾ പോകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് റെന്റ് കുറഞ്ഞു കിട്ടും. കുറച്ചും കൂടി അല്ലായിരുന്നു നല്ല ഡിഫറൻസ് അവിടെ നമുക്ക്. ദുബായ് ജോലി ചെയ്യുന്നവർക്ക് ട്രാവലിംഗ് കുറച്ച് അതാണ് സ്വന്തമായിട്ട് വണ്ടിയുള്ള ആൾക്കാർക്കാണെങ്കിൽ അത് കുറച്ച് പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ് ആ ഭാഗത്ത്. അതെ കുറച്ച് നമുക്ക് സ്വന്തമായിട്ട് കാറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തോന്നുന്നു ഷാർജ ഇങ്ങനത്തെ സൈഡിൽ പോയി താമസിക്കുന്നതാണ് കുറച്ചും നല്ലത്. കാരണം കമ്മ്യൂട്ട്മെന്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അവിടെ ബസ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷെ ബസ് എപ്പോഴാ വരിക നമുക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം ട്രാവലിംഗ് ബ്ലോക്ക് ആണ്. 1.5 hour ഒക്കെ എടുക്കും നമുക്ക് ദുബായ് എത്താൻ വേണ്ടിയിട്ട്. അതെ, നമ്മൾ താമസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട്ലി ഒരു ബോർഡർ ആണ്, ദുബായ് ഷാർജ ബോർഡറിലാണ് താമസിക്കുന്നത്. അപ്പൊ നമുക്ക് ഇപ്പോഴും ശരിക്കും ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ അത്രത്തോളം ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നില്ല. ഞങ്ങൾക്കൊരു ബസ് സ്റ്റോപ്പിലേക്ക് പോകണമെങ്കിൽ പോലും ദുബായ് മറ്റേ ബോർഡർ ക്രോസ് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് ബസ് സ്റ്റോപ്പിലേക്ക് എത്താനായിട്ട്. അപ്പോൾ അത്രത്തോളം ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാം ഈ ഫെസിലിറ്റീസ്, ബസ് സ്റ്റോപ്പ് അടുത്തായിരിക്കണം, അങ്ങനത്തെ ഒരു ഫെസിലിറ്റീസും പിന്നെ അതേ സമയത്ത് റെന്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഫ്ലാറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു 2,500 ഇസ് എ മിനിമം റെന്റ്. ഇപ്പോൾ ഏത് ഫ്ലാറ്റ്, സ്റ്റുഡിയോ ഫ്ലാറ്റ് ആയാലും 2,500 ഇസ് എ മിനിമം റെന്റ്. പിന്നെ അതിന്റെ ഒരു മാക്സിമം ലിമിറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. അത് പറയാൻ പറ്റുന്ന അതെ. ഇപ്പൊ നമുക്ക് ഇയർലി ബേസ് എടുക്കായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇയർലി ബേസ് എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കുറഞ്ഞു കിട്ടും. നമുക്ക് ഇയർലി ബേസ് എടുത്ത ഒരാളാണ് നമുക്ക് മന്ത്ലി തരുന്നത്.
അപ്പൊ ആളുടേതായിട്ടുള്ള കുറച്ച് ചാർജസും ആൾക്കൊരു പ്രോഫിറ്റ് വേണമല്ലോ, അതപ്പോ ആൾ ആഡ് ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് കിട്ടുക. അതും വേണം. പക്ഷെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞ ഒരു 30,000 ആണ് ഒരു ഇയർലി എടുക്കാൻ വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റാർട്ടിംഗ് തന്നെ ഒരു 13,000 15,000 നമ്മൾ കൊടുക്കേണ്ടി വരും. കാരണം ഒരു 2-3 months റെന്റ്, പിന്നെ ചില ബിൽഡിംഗ്സിന് മാത്രം ഒരു 5,000 ഒക്കെ മതി എന്നാ പറയുന്നത്. 5,000 ഇതൊക്കെ ഡെപ്പോസിറ്റ് ആണ് കേട്ടോ. ഇനീഷ്യൽ ഇയർലി ബേസിസിൽ നമ്മൾ എടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇനീഷ്യൽ ഡെപ്പോസിറ്റ് അടിക്കണം. അതില് എനിക്ക് തോന്നുന്നു സേവ എന്തൊക്കെയാണുള്ളത്. സേവ എന്ന് പറഞ്ഞാൽ ഷാർജ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി, അതാണ് സേവ വരുന്നത്. ദുബായിലാണെങ്കിൽ ഇത് ദേവയാണ്, ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി. അതിന്റെ ചാർജസ് സെപ്പറേറ്റ് വരും നമുക്ക്. അപ്പൊ അതിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ രണ്ടും ഇൻക്ലൂഡ്, അതിന്റെ ബില്ലാണ് നമുക്ക് മാസം വരുന്നത്. മന്ത്ലി വൺസ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതിന്റെ എല്ലാത്തിനും ഡെപ്പോസിറ്റ് ആണ് ഈ 5,000 6,000 ഇനീഷ്യലി. ചില ബിൽഡിംഗ്സിൽ 5,000 6,000 ആണ്, ചില ബിൽഡിംഗ്സിൽ 11 14 15,000 ഒക്കെയാണ് ഡിമാൻഡ് ചെയ്യുന്നത്. സോ അത്രത്തോളം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. തുടക്കത്തിൽ ആ ഡെപ്പോസിറ്റ് എമൗണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് അത്രത്തോളം ഉണ്ടാവണം. സോ പേയ്മെന്റ് എനിക്ക് തോന്നുന്നു അത് 4 to 5 ചെക്സ് നമ്മൾ പേ ചെയ്ത് വെക്കണം. അങ്ങനെയാണല്ലേ? ഇപ്പൊ സ്റ്റാർട്ടിങ് ഇപ്പൊ നാട്ടിൽ നിന്ന് ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പൊ മന്ത്ലി ബേസ് ആയിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമുക്കത് പെട്ടെന്ന് ഇയർലി നമ്മൾ എടുത്തു, കോൺട്രാക്ട് എടുത്തു, പിന്നെ നമുക്ക് അവിടെ ഇഷ്ടമായില്ല പെട്ടെന്ന്, പിന്നെ നമുക്കത് മാറാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ സ്റ്റാർട്ടിങ് മന്ത്ലി എടുത്ത് ആ ഏരിയയൊക്കെ ഒന്ന് പഠിച്ച് കുഴപ്പമില്ലാന്ന് തോന്നുകയാണെങ്കിൽ നമുക്കത് ഇയർലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കുഴപ്പമില്ല. കാരണം ഫാമിലി ആയിട്ട് നമ്മൾ താമസിക്കുമ്പോൾ പൊതുവേ നമുക്ക് ആ ഏരിയന്റെ ഒരു സേഫ്റ്റി നമുക്ക് അറിഞ്ഞിരിക്കണം. അതേ സമയത്ത് അടുത്ത എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളുണ്ടോ, ഹോസ്പിറ്റൽസ് അവൈലബിൾ ആണോ, സൂപ്പർ മാർക്കറ്റ്സ് അവൈലബിൾ ആണോ, എല്ലാം നമുക്ക് അറിഞ്ഞിട്ട് നമുക്ക് ഇയർലി ബേസിസിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ മുന്നോട്ട് നീങ്ങാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും. നമ്മുടെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഏരിയ, നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ് കംപ്ലീറ്റ്ലി. പക്ഷെ അതേ സമയത്ത് നല്ല ഡെവലപ്ഡ് ആണ്. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സ്കൂൾസ് അടുത്തുണ്ട്, സൂപ്പർ മാർക്കറ്റ്സ്, മോൾസ്, അങ്ങനെ എല്ലാം അടുത്തടുത്താണ്. ഇവർക്ക് തന്നെയായിട്ട് പോയിട്ട് വാങ്ങാമെന്നും അത്രയും കമ്പനി എല്ലാവരും ഒരു കോപ്പറേറ്റീവ് ആൾക്കാരാണ്, കൊണ്ടുവരും ഇവിടെ. അപ്പൊ ആ ഒരു രീതിയിലാണ് നമുക്ക്. അതെ. അപ്പൊ ഈ ഒരു ഫെസിലിറ്റി എല്ലാ ഏരിയസിലും ഉണ്ടാവണം എന്നില്ല. സോ അത് എല്ലാം അറിഞ്ഞിട്ട് വേണം നമുക്ക് ഇയർലി ബേസിസിൽ എടുക്കാനായിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ റെന്റിന്റെ എക്സ്പെൻസ് എത്രത്തോളം വരും എന്നുള്ളത് കേട്ടോ. നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് എന്താ? നെക്സ്റ്റ് പോയിന്റ് വരുന്നത് നമുക്ക് ലിവിംഗ് കോസ്റ്റ് ആണ്. പർച്ചേസ് എന്തൊക്കെയാണ് നമുക്ക് മന്ത്ലി ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം. അത് അതൊരു എക്സാക്ട് എമൗണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇവിടെ. കാരണം അത് ഡിപ്പെൻസ് ആയിരിക്കും. ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നവരുണ്ടായിരിക്കും. മാത്രമല്ല നമുക്കിപ്പോൾ എന്നും എനിക്ക് നോൺ വെജ് കൂടിയേ തീരൂ എന്നത് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഒരു 4-5 കറികളില്ലാതെ എനിക്ക് ഭക്ഷണം ഇറങ്ങില്ല, അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരിക്കും. അല്ല, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ ഒരുപാടുണ്ട്. അപ്പൊ പിന്നെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരുടെ കുഞ്ഞുതമ്മിൽ അങ്ങനെ ശീലിച്ച് വളർന്ന ആൾക്കാരാണ്. സോ അത് കുറ്റം വരാൻ പറ്റില്ല. പിന്നെ അതിനനുസരിച്ച് നമുക്ക് കോസ്റ്റ് മാറും. പക്ഷെ ഏകദേശം ഒരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മിനിമം എന്ന് പറയുന്നത് 500 ദിർഹംസ് ആണ് മിനിമം മന്ത്ലി എക്സ്പെൻസ് വരുന്നത് കേട്ടോ. മിനിമം ആണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നമ്മളൊരു കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ലാവിഷ് അല്ലാണ്ട് പുറത്തോട്ടൊന്നും ഭക്ഷണം കഴിക്കാണ്ട് അത്രയ്ക്ക് നമ്മൾ കൺട്രോൾ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മിനിമം ഒരു 500 ദിർഹംസ് ആണ് നമ്മുടെ മന്ത്ലി എക്സ്പെൻസ് വരുന്നത്. ഇപ്പം അതിന് നമ്മളൊരു പാൽ ബോട്ടിൽസ് ആണ് ഇവിടെ കിട്ടുക. പാൽ മറ്റേ ഇതല്ല, പാക്കറ്റ് പാലല്ല കിട്ടുക, ഇവിടെ ബോട്ടിൽസിലാണ് കിട്ടുക. സോ ഒരു 1/2 ലിറ്റർ ബോട്ടിൽ നമ്മുടെ 500 മില്ലി ബോട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 3 ദിവസം വരെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. 3 ദിവസം മീൻസ് 3 മെമ്പേഴ്സ്, ഇപ്പോൾ ഒരു കപ്പിൾസും കുട്ടി അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു 3 ദിവസം വരെ നമുക്കത് 1/2 ലിറ്റർ പാൽ യൂസ് ചെയ്യാൻ പറ്റും. ഓരോ നേരം ചായ കുടിക്കുകയാണെങ്കിൽ. അല്ല, ലാവിഷ് ആയിട്ട് ചായ കാപ്പിയൊക്കെ കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ അതൊരു കൺട്രോൾ ചെയ്യാണ്ട് അതിന്റെ ചിലവ് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പം 1/2 ലിറ്റർ പാൽ എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര 3-3.5 ദിർഹംസ് വരെ ആണോ? എത്രയാണ് വരുന്നത്? എനിക്ക് തോന്നുന്നു 5 ദിർഹംസ്. അതുപോലെ ഓരോ കമ്പനിയുടെ വ്യത്യാസമാണ്. ചിലത് 3.5 ദിർഹംസ്, ചിലത് 5 ദിർഹംസ് ഒക്കെ വരുന്നത്. സോ അത് അങ്ങനത്തെ ഉണ്ട്. പിന്നെ നമ്മുടെ ദോശമാവ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ അതെല്ലാം റെഡിമെയ്ഡ് ആയിട്ട് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ദോശമാവൊക്കെ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഏകദേശം 5-6 ആ ഒരു ആവറേജ് റേഞ്ച് ആണ് പറയുന്നത്. പല കമ്പനീസ് പല റേഞ്ചാണ്. പക്ഷെ 5 തൊട്ടാണ് സ്റ്റാർട്ടിങ് ആവുന്നത്. അപ്പൊ ഈ ഒരു കിലോ പാക്കറ്റ് നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 2 ദിവസം വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മാക്സിമം 2 ദിവസം വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ എല്ലാം കൂടി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മന്ത്ലി എക്സ്പെൻസ് ഈ ഗ്രോസറിന്റെ എക്സ്പെൻസ് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു മിനിമം 500 ദിർഹംസ് വരെയാണ് വരുന്നത്. അത് മാറ്റിമറിക്കുന്നത് നമുക്ക് കുട്ടികളുണ്ടെങ്കിലാണ്. കാരണം ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് ഫുഡ് നമ്മൾ വെച്ചു, ഇപ്പൊ ഫുഡ് ഉണ്ടാക്കി നമ്മളിപ്പോ 2 കറിയും വെച്ചു, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി, ആ സമയത്തായിരിക്കും അവള് പറയുന്നത് എനിക്കിത് വേണ്ട, എനിക്ക് അത് മതി. അപ്പൊ പിന്നെ അത് മാറണം. അപ്പൊ നമ്മൾ അതിനുള്ള പർച്ചേസ് ചെയ്തു. അപ്പൊ അതാകുമ്പോൾ നമുക്ക് മാറ്റം വരുമല്ലോ. അപ്പൊ നമ്മൾ 3 പേർക്ക് വേണ്ടി നമ്മൾ വെച്ചിട്ടുള്ള ഒരു ഫുഡായിരിക്കും.
അപ്പൊ അത് മാത്രല്ല, ഇപ്പൊ നമുക്ക് പെട്ടെന്നൊന്ന് പുട്ട് കഴിക്കണം എന്നൊരു ആഗ്രഹം തോന്നി. ഇപ്പൊ പുട്ട് പൊടി വാങ്ങാൻ ഇവിടെ നാട്ടിലത്തെ ഏകദേശം ഒരു 8-9 ദിർഹംസ്, നാട്ടിലെന്ന് പറയുമ്പോൾ 160-170 രൂപ വരുന്നത് ഒരു പാക്കറ്റ് പുട്ടുപൊടിയുടെ കാര്യം പറയണത്. അപ്പൊ നമ്മള് എത്രന്ന് പറഞ്ഞാലും മാസത്തിൽ 2-3 പ്രാവശ്യം നമ്മൾ പുട്ട് കഴിക്കുള്ളൂ. കാരണം പെട്ടെന്ന് പുട്ടെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് കഴിയുന്ന ഒരു സംഭവം ഉണ്ടാവും, ഇത്രയും പൈസയും കൊടുത്തിട്ട്. അപ്പൊ അതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലായിരിക്കും. അപ്പൊ ഞാനിത് 500 എന്ന് പറഞ്ഞത് ഒരു മിനിമം ആണ് കേട്ടോ പറഞ്ഞത്. സോ 500 എന്തായാലും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. 500 ദിർഹംസ് എന്തായാലും ഒരു മിനിമം എമൗണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം ഇങ്ങനത്തെ ഒരു എക്സ്പെൻസിന് വേണ്ടിയിട്ട്. പിന്നെ 3 പേരാണ് ഞാൻ പറയുന്നത്. അതും നല്ലോണം അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കുന്നവരാണെങ്കിൽ അവരുടെ കഥ വേറെ. ഇപ്പൊ ഓക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോണവരൊക്കെ ആണെങ്കിൽ ഈ ഒരു എമൗണ്ട് നമുക്ക് മതിയാവും. അതെ. ഇനി നമ്മുടെ തേർഡ് പോയിന്റിലേക്ക് വരാം. നമ്മുടെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ട്രാവലിംഗ് എക്സ്പെൻസ് പറയണത്. അപ്പൊ എന്നെക്കാട്ടും നല്ലത് ഏട്ടനാണ് അറിയണത്. കാരണം ഞാനിപ്പോ അധികം ട്രാവലിങ്ങിന് പോകാറില്ല. അപ്പൊ ഏട്ടനാണ് കുറച്ച് അകലെയാണ് ആളുടെ ജോലി, വർക്ക് ചെയ്യുന്നത് പ്രോപ്പർ ദുബായിലായതുകൊണ്ട് ആൾക്കാണ് കുറച്ചും കൂടി ട്രാവലിംഗ് വേണ്ടി വരുന്നത്. മെട്രോ അതേപോലെ ബസ് ട്രാവലിംഗ് ഒക്കെ വേണ്ടി വരുന്നത്. അപ്പൊ എന്നെക്കാട്ടും കൂടുതൽ ഏട്ടനായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാവുക. പക്ഷെ അത് മെട്രോ ബസ് അത് പിന്നെ പ്രത്യേകിച്ച് പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ ബസ്സിൽ കൊടുക്കുന്ന കാർഡ് പഞ്ച് ചെയ്ത സെയിം തന്നെ ആയിരിക്കും മെട്രോയില്. അപ്പൊ നമുക്കത് ഒരേ റൂട്ട് ആണെങ്കിൽ ഇല്ല മൈനസ് അത് ജസ്റ്റ് പഞ്ചില് കാണിക്കും. പക്ഷെ നമുക്കത് കട്ടാവില്ല പൈസ. അപ്പൊ നമുക്ക് അങ്ങോട്ട് ഇപ്പൊ ദുബായ് സൈഡിലേക്ക് പോകണം നോർമൽ നമുക്ക് സ്ട്രേറ്റ് ഗ്രീൻ ലൈൻ ആണ് പോകുന്നത്. ഇത്തിരി നാളെ ഞാൻ വിചാരിച്ചിരുന്നത് ബസ്സിന് വേറെ ചാർജ്, നമ്മൾ മെട്രോന് പോകുമ്പോൾ വേറെ ചാർജ്, തിരിച്ചു വരുമ്പോ അതേപോലെ വേറെ ചാർജ് ഒക്കെ ആണെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ്. ഇല്ല, ഇപ്പൊ ഗ്രീൻ ലൈനിൽ മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ. 3 ദിർഹം നമുക്ക് ഇവിടെ ബസ്സിൽ പോയി ഒരു 10-15 മിനിറ്റ്സ് ബസ്സിൽ പോയി, പിന്നെ മെട്രോയിൽ പോയി നമുക്ക് അവിടെ ഇറങ്ങുകയാണെങ്കിൽ 3 ദിർഹം നമുക്ക് പോകുള്ളൂ. തിരിച്ചു വരുമ്പോൾ ഒരു 3 ദിർഹം, നമുക്കൊരു 6 ദിർഹം ഒരു ദിവസം നമുക്ക് കോസ്റ്റ് വരുന്നത്. അല്ല, അതിൽ വേറെ ഒരു ഫെസിലിറ്റി ഉണ്ട്. നമുക്കിപ്പോ ഒരു കാർഡ്, നമുക്കിപ്പോ ഒരു മന്ത്ലി പാസ് എടുക്കാം. ഇപ്പൊ നാട്ടിലുണ്ട് അതുപോലെ. ഇപ്പൊ ബോംബെയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മന്ത്ലി പാസ് ഉണ്ടെങ്കിൽ ഒരു 140 ദിർഹം 150 ദിർഹം വരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കത് എത്ര വട്ടം, അപ്പൊ നമുക്ക് ഹോളിഡേസിൽ പോകും. ഇത് നമുക്ക് 6 ദിർഹം കട്ടാവും. 25 ഡേയ്സിൽ നമുക്ക് 150 കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ഹോളിഡേസിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാസം നമുക്ക് മുഴുവൻ. അതുമല്ല നമുക്ക് വേറെ ലൈൻ, ഇവിടെ 2 ലൈൻ ഉണ്ട്, ഗ്രീൻ ലൈനും ഉണ്ട് റെഡ് ലൈനും ഉണ്ട്. അപ്പൊ നമുക്ക് അപ്പുറത്തെ ലൈനിൽ പോവാണെങ്കിൽ നമുക്ക് അതിന് കുറച്ച് ചാർജ് കൂടുന്നു മാത്രം. അപ്പൊ അതിനനുസരിച്ചുള്ള കാർഡ്സ് അവൈലബിൾ ആണ്, ഗോൾഡൻ കാർഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ റീചാർജ് ചെയ്യുന്നത് നമ്മൾ അവിടെ പോയിട്ട് എമൗണ്ട് കൊടുത്ത് നമ്മൾ റീചാർജ് ചെയ്യണം. നമ്മൾ ഈ മെട്രോ കാർഡ് റീചാർജ് ചെയ്യുന്ന പോലെ സെയിം തന്നെയാണ്. മെട്രോ കാർഡ് തന്നെയാണല്ലോ. അതെ, നമ്മുടെ നാട്ടിലത്തെ മെട്രോ കാർഡ് എങ്ങനെയാണ് റീചാർജ് ചെയ്യുന്നത് അതേപോലെ നമ്മൾ ഇവിടെ റീചാർജ് ചെയ്യുന്നത് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ബസ് സ്റ്റോപ്സിൽ നമുക്ക് അതിന്റെ മെഷീൻസ് ഉണ്ടായിരിക്കും, കിയോസ്ക് ഉണ്ടായിരിക്കും. അവിടെ നമുക്ക് റീചാർജ് ചെയ്യാം. ഇപ്പൊ 10 ദിർഹം 5 ദിർഹം എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതെല്ലാം മന്ത്ലി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേഷനിൽ തന്നെ പോകേണ്ടി മെട്രോ സ്റ്റേഷനിൽ. അത് അങ്ങനെ ഇവിടെ മെട്രോ കുറച്ചുകൂടി നല്ല ഫെസിലിറ്റിയാണ്. ഇവിടെ വയ റോഡ് പോവുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, നല്ല ട്രാഫിക്. ഷാർജയിൽ മെട്രോ ഇല്ല, ദുബായ് മാത്രമാണ് ഈ മെട്രോ ഉള്ളത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. കാരണം ഷാർജയിൽ ദുബായിൽ എത്താൻ തന്നെ ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് ട്രാഫിക്കും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഈ 1 മണിക്കൂറിൽ എത്തുന്നത് നമുക്ക് 4-5 മണിക്കൂറൊക്കെ ചിലപ്പോൾ പിടിക്കും. കാറുണ്ടെങ്കിലും അത് തന്നെയാണ്. മോർണിംഗ് 7:30 to 9:30 വരെ നമുക്ക് നല്ല ട്രാഫിക് ആയിരിക്കും. പക്ഷെ നമ്മുടെ മെയിൻ കൺസേൺ ഇപ്പോ ഫ്ലാറ്റിന്റെ റെന്റ് ആണ് മെയിൻ കൺസേൺ. നിങ്ങൾ നമുക്ക് ഷാർജ ഭാഗത്ത് തന്നെ താമസിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ബാക്കി നമുക്ക് ട്രാവലിംഗ് ഒരു വിഷയം അല്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ഷാർജ ഉള്ളിൽ റോള അതേപോലെ മൊബൈല അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഹോളിഡേസ് നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് നല്ലൊരു ഷാർജ. നമുക്കൊരു ശാന്തിയായിട്ടുള്ള നാട്ടിൽ നിന്ന്, പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ആ ഒരു രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ കിട്ടും നമുക്ക് ഇവിടെ. പെട്ടെന്ന് നമുക്ക് തോന്നില്ല നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ട് വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ വന്നിരിക്കുക എന്നുള്ള ഫീലിംഗ് തന്നെ ഉണ്ടാവില്ല. പിന്നെ മലയാളീസ് തന്നെ ആയിരിക്കും ഇവിടെ, ഒരുപാട് മലയാളീസ് തന്നെ ആയിരിക്കും. മലയാളി അസോസിയേഷൻസ് അങ്ങനെ എല്ലാം കൊണ്ട് നമുക്ക് ഒരു നാട് വിട്ടു പോകുന്നു എന്നുള്ളൊരു ഫീല് നമുക്ക് തോന്നില്ല. ദുബായിലാണെങ്കിൽ കുറച്ച് റഷാണ്. അപ്പൊ അതിന്റേതായ കുറച്ച് ഫാസ്റ്റ് ലൈഫാണ് ദുബായില്. ഫാസ്റ്റ് ലൈഫാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് എത്രയോ കമ്പാരിറ്റീവ്ലി കൂടുതലാണ് ഈ ദുബായില്. ഭയങ്കര ഫാസ്റ്റ് ലൈഫാണ്. സേവാ എന്ന് പറഞ്ഞത് ആദ്യം പറഞ്ഞത് ഇലക്ട്രിസിറ്റി മറ്റേ വാട്ടർ ബില്ല് എന്നൊക്കെയാണ്. അപ്പോൾ അത് ഏകദേശം ഒരു മിനിമം ചാർജ് വരുന്നത് 200-250 റേഞ്ചിലാണ് മിനിമം വരുന്നത്. സോ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ. കാരണം ഇപ്പോൾ സമ്മർ സീസണിലൊക്കെ ഓൾമോസ്റ്റ് എല്ലാ സമയത്തും നമുക്ക് ഈ AC അത്യാവശ്യം അത്രയ്ക്ക് നിർബന്ധമാണ്. അപ്പോൾ ഞാനൊക്കെ വരുമ്പോൾ ഏട്ടൻ പറയായിരുന്നു ഇനിയിപ്പോൾ സമ്മർ തുടങ്ങാൻ പോവാണ്. ഞാൻ വെച്ചാൽ എന്ത് സമ്മർ, ബോംബെയിൽ നമ്മൾ കുറേ സമ്മർ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും പെട്ടു എന്ന് പറയാം. കാരണം നമുക്ക് വീടിന്റെ പുറത്തേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഉറപ്പ തലചുറ്റും ഛർദിയും എല്ലാം ഉണ്ടാവും. നമുക്ക് ഫുൾ ടൈം AC. ഇവിടെ ബസ് സ്റ്റോപ്പിലടക്കം AC ആണ് കേട്ടോ. പക്ഷെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പ് വരെ എത്തുന്ന ദൂരം ഉണ്ടല്ലോ, നടക്കൽ എനിക്ക്
സഹിക്കാൻ പോയി. അത് ഓർക്കുമ്പോ അയ്യോ എനിക്ക് എവിടെയും പുറത്തേക്ക് പോകണ്ടെന്ന് ഞാൻ പറയാട്ടിനോട്. ചില ബിൽഡിംഗ്സ് സെൻട്രലൈസ്ഡ് AC ആയിരിക്കും, അത് അവർ ചിലപ്പോൾ ഒരു ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചിലവര്. അതാണ് ചില്ലർ ഫ്രീ എന്ന് പറയുന്നത്. അങ്ങനെ ചില ഓപ്ഷൻസ് ഉണ്ട്. കാരണം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ചില ഫ്ലാറ്റ് ഒക്കെ നോക്കാൻ പോകുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് ചില്ലർ ഫ്രീ ആണ്. അപ്പൊ അങ്ങനെ തോന്നുന്നു അങ്ങനത്തെ ഉള്ള ബിൽഡിംഗ്സ് ആകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് നമ്മുടെ ബില്ല് അങ്ങനത്തെ കാര്യങ്ങൾ. അത് മാത്രം, ബാക്കിയുള്ളതൊക്കെ നമുക്ക് വാട്ടർ അതെല്ലാം നമുക്ക് ചിലയിടത്ത് നമുക്ക് ഈ ഗ്യാസും ഇതിന്റെ സേവയിൽ നമുക്ക് ഇൻക്ലൂഡഡ് ആണ് വരുന്നത്. അതിന്റെ ചാർജും അതുപോലെ തന്നെയാണ് വരുന്നത്. നോർമൽ അല്ല, നമ്മളിപ്പോ ഒരു ഗ്യാസ് സിലിണ്ടർ വാങ്ങുകയാണെങ്കിൽ നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു 85 dirham അങ്ങനെ നമുക്കൊരു സിലിണ്ടർ നമുക്ക് വരുന്നൊരു കോസ്റ്റ്. അതും പിന്നെ നമുക്കത് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ ഫാമിലി ഓരോ ആൾക്കാർ ഓരോ തരത്തിൽ, പിന്നെ അത്രയ്ക്കും ഒരു യൂസേജ് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് യൂസേജസ് ആണ്. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിപ്പോ എത്രയാ വരുന്നത്? 11 എത്രയാണ് വരുന്നത്? അതിന്റെ വെയിറ്റ് നമ്മുടെ 11 ആണ് തോന്നുന്നു. 11 ആണ് ഇതിന്റെ കപ്പാസിറ്റി ഉള്ളത്. അപ്പൊ 11 ഉണ്ട്, പിന്നെ 22 അങ്ങനെ എന്തോ ആണ്. അപ്പൊ 11ന്റെ തന്നെ 85 എന്ന് പറയണത് കേട്ടോ. ഇത് ചെറിയ സിലിണ്ടർ ആണ്. 11 എന്ന് പറയുന്നത് ചെറിയ സിലിണ്ടർ ആണ്. അപ്പോൾ അതിന്റെ അത്യാവശ്യം 85 dirhams വരെയാണ് റേഞ്ച് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് കുട്ടികളുടെ എഡ്യൂക്കേഷൻ തന്നെയാണ്. അതിലും നല്ലൊരു പോർഷൻ നമ്മുടെ സാലറിന്റെ പോർഷൻ നാട്ടിലെ പോലെ അല്ല. ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ തന്നെ ഞാനങ്ങനെ കുറെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മോൾക്ക് വേണ്ടി സ്കൂൾസും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരുടെയും ഭയങ്കര ഫീസായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ ഇല്ല ഇവിടെ എത്രത്തോളം ഫീസ് ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ലായിരുന്നു. പക്ഷെ ഇവിടെ മിനിമം ഫീസ് വരുന്നത്, ട്യൂഷൻ ഫീസ് വരുന്നത് 400 സംതിങ്. ബേസിക് എന്ന് പറയുന്നത് 400+ ആണ്. ഏറ്റവും കുറവ് ഫീസ് 400 dirhams ആണ് വരുന്നത്. മാസമായിട്ട് ഞാൻ പറയുന്നത്. അത് ഏറ്റവും ബേസിക്, ഏറ്റവും കുറവ് എന്ന് പറയാൻ 400 dirhams പറയുന്നത് ഏറ്റവും കുറവ് ഫീസ് എന്ന് പറയുന്നത്. പിന്നെ 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 അതിനൊന്നും ലിമിറ്റ് ഇല്ല. ഞാൻ ഇന്നാളെ എനിക്ക് മോൾക്ക് വേണ്ടിയിട്ട് ഫോൺ വന്നിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് എത്രയായിരുന്നു, ഓൾമോസ്റ്റ് ഒരു ഞാൻ ഇന്ത്യൻ മണിയിലേക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 60,000 rupees പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏത് സ്കൂളാണെന്ന് എനിക്ക് 60,000 സംതിങ് ആണ് റുപ്പീസ്. ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ അതെനിക്ക് ഓർമ്മയുണ്ട് 60,000 സംതിങ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം അത് മാക്സിമം ലിമിറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇതൊക്കെയാണ് സ്കൂളിന്റെ എക്സ്പെൻസ് പറയുന്നത്. പിന്നെ ബസ് ചാർജ് വേറെ, കാരണം ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സ്കൂൾസ് അടുത്താണെങ്കിൽ പോലും നമ്മളെ കൊണ്ട് പറ്റില്ല കുട്ടികളെ ഡ്രോപ്പ് ചെയ്യുക, പിക്കപ്പ് ചെയ്യുക. അതെ, കാരണം വർക്കിംഗ് പാരന്റ്സ് ആയിരിക്കും. അപ്പം നമ്മളെ കൊണ്ട് പറ്റിയെന്ന് വരില്ല. സോ ട്രാൻസ്പോർട്ടേഷനിലും ഭയങ്കരമായിട്ട് ഒരു പോർഷൻ പോകുന്നുണ്ട്. ഇപ്പോൾ 300+ ആയിരിക്കും ട്രാൻസ്പോർട്ടേഷൻ ചാർജസ്. അപ്പോൾ ഈ ട്യൂഷൻ ഫീസും ഈ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കൂടി മിനിമം പറയണതോ 750 dirhams വരെയാണ് മിനിമം വരുന്നത്. പിന്നെ അത് ലിമിറ്റ് ഇല്ലാണ്ട് അത് പോവും. അപ്പോൾ ഓരോ സ്കൂൾസിൽ ഓരോ ഫീസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ബേബി സിറ്റിംഗ്, അതൊരു അത്യാവശ്യം. കാരണം 2 പാരന്റും വർക്കിംഗ് ആണെങ്കിൽ നമുക്ക് ബേബി സിറ്റിംഗ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ബേബി സിറ്റിംഗ് പറഞ്ഞ പോലെ പല രീതിയിലുണ്ട്. പ്രൈവറ്റ് ബേബി സിറ്റിംഗ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ വീട്ടിൽ നടത്തുന്ന ബേബി സിറ്റിംഗ്സ് ഉണ്ട്. അപ്പോൾ വീട്ടിൽ നടത്തുന്നതാണെങ്കിൽ കുറച്ചും കൂടി കോസ്റ്റ്ലിയർ ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് 1,000, 1,500, 2,000 റേഞ്ചിലൊക്കെയാണ് പോകുന്നത്. മന്ത്ലി 2,000 dirhams ആണ് ഞാൻ പറയുന്നത് കേട്ടോ. 1,500 dirhams ഒക്കെയാണ് ഇവിടെ മന്ത്ലി എക്സ്പെൻസ് വരുന്നത്. അതേപോലെ പ്രൈവറ്റ് ഈ നഴ്സറി സെന്റേഴ്സിലൊക്കെ പോയി നമ്മൾ കുട്ടീനെ ബേബി സിറ്റിംഗിൽ ആക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കുറയും. ഒരു 800-900 dirhams വരെയൊക്കെ ചാർജ് ആവുള്ളൂ. പക്ഷെ അതേ സമയത്ത് അവിടെ ടൈമിങ്ങും കുറവാണ്. ഓൾമോസ്റ്റ് ഒരു 7-7:30 വരെ അവർ നോക്കുള്ളൂ. അത് കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിരിക്കും. പിന്നെ ബോറിംഗ് ഉണ്ടാവില്ല കുട്ടികൾക്ക്, ഒരുപാട് കുട്ടികൾ ഉണ്ടായിരിക്കും ഇവിടെ. നഴ്സറി എന്ന് പറയുമ്പോൾ അതെ അത്യാവശ്യം കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുട്ടികൾക്കായാലും എവിടെയോ കൊണ്ടിട്ടു എന്നുള്ള ഫീലിംഗ് വരില്ല. അവർ എൻജോയ് ചെയ്യും, ആ ഒരു ലൈഫ് അവർ എൻജോയ് ചെയ്യും. എഡ്യൂക്കേഷൻ്റെ ഒരു പോയിന്റ് എനിക്ക് ഓർമ്മ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂഷൻസ്. അത് മിക്ക കുട്ടികളും ഇവിടെ ട്യൂഷൻസിൽ പോവാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നാട്ടിലെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചൊരു വ്യത്യാസമാണ്. ടൈം എടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ കുറച്ചും കൂടി ഫാസ്റ്റ് ആണ്. ഭയങ്കര ഫാസ്റ്റ് ആയതുകൊണ്ട് കുട്ടികൾക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ പേരൻസിനൂടെ സമയമില്ല, പഠിപ്പിക്കാനുള്ള സമയം അവർക്ക് കിട്ടുന്നില്ല. അതെ, പെട്ടെന്ന്. അപ്പൊ ആ ഒരു അഡാപ്ഷൻ ടൈം ഇല്ല. അപ്പൊ ആ സമയത്ത് ട്യൂഷൻ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഈ പുതിയതായിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് വന്ന് ഈ ഒരു ലൈഫ് സ്റ്റൈൽ അഡ്ജസ്റ്റ് ആകും വരെ ട്യൂഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു പാർട്ടാണ്. നമുക്കതൊന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ അതും ഒരു അഡീഷണൽ എക്സ്പെൻസ് ആയി മാറുകയാണ്. പക്ഷെ അത് അഡാപ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് നമ്മൾ പോകും. പക്ഷെ നാട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴാണ് കമ്പാരിസൺ വന്നു പോണത്. അത് എനിക്കൊരു പോയിന്റ് ആഡ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഒബ്വിയസ്ലി ദുബായ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. UAE എന്ന് പറയുമ്പോൾ എന്താ പറയുക, ടൂറിസ്റ്റിന്റെ സ്ഥലമാണ് അവിടെ. കാരണം അത്രത്തോളം നമുക്ക് കാണാനും ഭയങ്കര രസമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് ഒരു ദിവസം ലീവ് കിട്ടിയാൽ നമ്മൾ ചിന്തിക്കുന്ന ആവശ്യമില്ല, എവിടേക്കാണ് പോകേണ്ടെന്ന് ആവശ്യമില്ല. നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ കറങ്ങാനുള്ള സ്ഥലങ്ങളാണ് ഫുള്ളായിട്ടും. അത് കുട്ടികൾക്കായാലും അതേപോലെ വലിയ ആൾക്കാർക്കായാലും എല്ലാവർക്കും അതേപോലെ എന്റർടൈനിങ് ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളും, സൂ, കുട്ടികളുടെ സൂ, അങ്ങനെ പിന്നെ അക്വേറിയംസ് ഉണ്ട് കുറെ, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനനുസരിച്ച് പോക്കറ്റ് കഴിയും, പൈസ എവിടെ പോയി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ നല്ല ഭയങ്കര ഒരു എന്റർടൈനിങ് സ്ഥലമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ നോക്കാനായിട്ട്. കാരണം പൈസ പോണ കഥ നമുക്ക് അറിയില്ല അത്രത്തോളം. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോയി, അപ്പൊ ജസ്റ്റ് ആ നേരത്ത് നമ്മൾ അവിടെ നല്ലൊരു ഹോട്ടൽ കണ്ടു, ഒബ്വിയസ്ലി നമ്മൾ അതിന്റെ ഉള്ളിൽ പോയി കഴിച്ചിരിക്കുമല്ലോ. അപ്പൊ പിന്നെ ചെന്നു ഓരോന്ന് കഴിച്ചു. അത് മാത്രല്ല അപ്പൊ ലേഡീസ് ഡ്രസ് ആയാലും സത്യം പറഞ്ഞപ്പോ ഞാൻ ബോംബെയിലാണ് ബ്രോൺ ആൻഡ് ബ്രോട്ടപ്പ്. അപ്പൊ അവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ കാലം എനിക്ക് ട്രെൻഡി ആയിട്ടുള്ളത് അത്രയ്ക്കും നല്ല നല്ല അമേസിങ് കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. അതും കുറച്ച് റേറ്റ് കുറവാണ്. ബോംബെനെ അപേക്ഷിച്ചാണെന്ന് എനിക്ക് തോന്നുന്നു ബോംബെനാണ് കുറച്ച് കുറവ് റേറ്റ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ പെട്ടെന്ന് നമ്മൾ ലേഡീസ് അല്ലേ, ഞങ്ങൾക്കൊക്കെ വാങ്ങാൻ തോന്നില്ല. അതിലൊരു പോയിന്റ് കൂടി ഉണ്ട്. റേറ്റ് കുറവെന്ന് പറയുമ്പോൾ നമുക്ക് അത് പർച്ചേസിങ് ചെയ്തോണ്ടിരിക്കും, ഒരുപാട് കുറവ് കാണാനുള്ളൂ. അപ്പൊ രണ്ടോ മൂന്നോ കുറവ് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 ഡ്രസ്സ് വാങ്ങുമ്പോൾ കുഴപ്പമില്ല, 4-5 ദിർഹം 10 ദിർഹം എന്നൊക്കെ പറയുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ ആ കുറവാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോന്ന് വാങ്ങിയിട്ടാണ് ഒരു വലിയൊരു ബില്ലായിരിക്കും വരിക. അവസാനം എനിക്ക് ഇപ്പോഴും നമ്മളങ്ങനെ പോയ സമയത്ത് ഓൾമോസ്റ്റ് ആ ബില്ല് ഇങ്ങനെ കണ്ടപ്പോൾ ഏട്ടൻ ചോദിക്കാൻ തുടങ്ങി, നമ്മൾ എന്തൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ട് പോയതാണ്. പിന്നെ നോക്കുമ്പോൾ നമുക്ക് അതിന് നല്ലത് വേറെ എവിടെയെങ്കിലും പോയി 3 പർച്ചേസ് ചെയ്യുന്നു. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അത്രയ്ക്ക് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഫുൾ സൂപ്പർ മാർക്കറ്റ്സും മോൾസും എല്ലാം ലക്ഷറിയസ് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഒരു പോയിന്റ് വിട്ടുപോയത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, കാരണം വീടില്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വൈഫൈ ആണ്. വൈഫൈ എന്ന് പറയുമ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഫുഡ് എങ്ങനെയാണോ അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വൈഫൈ. അപ്പോൾ അതിനും അത്യാവശ്യം ഒരു എമൗണ്ട് ആവുന്നുണ്ട്. ഒരു 200 ദിർഹംസ് ആണ് മന്ത്ലി വരുന്നത് നമുക്ക്. അത് ഇൻസ്റ്റാളേഷൻ ചാർജ് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടായിരുന്നോ? ചില കമ്പനീസ് അവർ ഓഫർ എന്ന് പറയുന്ന സമയത്ത് ചില സമയത്ത് ഈ ഓഫേഴ്സ് ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് നമുക്ക് ഈ എക്സ്പെൻസ് മറ്റേ ഇൻസ്റ്റാൾമെന്റിന്റെ എക്സ്പെൻസ് കുറഞ്ഞു കിട്ടും. ഞങ്ങൾ വന്ന സമയത്ത് ഓഫേഴ്സ് ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് കോസ്റ്റ് കൊടുക്കേണ്ടി വന്നു. ഇയർലി ആകുമ്പോൾ നമുക്ക് എന്തായാലും വേണ്ടി വരും, നമുക്ക് വൈഫൈ വേണ്ടി വരും. മന്ത്ലി ആണ് നമ്മൾ താമസിക്കണമെങ്കിൽ നമുക്ക് അത് ചിലപ്പോൾ അവർ ബിൽഡിങ്ങിന്റെ ഒപ്പം നമുക്ക് ഉണ്ടായിരിക്കും, പ്രൊവൈഡ് ചെയ്യും. ഇയർലി ആണെങ്കിൽ നമ്മൾ എന്തായാലും നമ്മുടെ അടുത്ത് തീരുള്ളൂ, കാരണം അവിടെ ഉണ്ടാവും. മന്ത്ലി ഓൾമോസ്റ്റ് ഒരു 199 ദിർഹംസ് ആണ് നമ്മുടെ വൈഫൈ എന്ന് പറയുന്നത്. ഏത് കമ്പനി ആയാലും ഈ ഒരു റെന്റ് ആണ് വരുന്നത്. ഏറ്റവും കുറഞ്ഞ നല്ലൊരു പ്ലാൻ കിട്ടണമെങ്കിൽ 199 പ്ലസ്. അതിൽ തന്നെ നമുക്ക് ടി വി യൂസ് ചെയ്യാൻ പറ്റും. അത് വലിയൊരു ആക്ച്വലി അതൊരു റിലീഫാണ്. നമുക്ക് ടി വിന്റെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് റീഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ വൈഫൈന് ടി വിയിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. സോ അത് വലിയ പ്രശ്നമല്ല. അതാണ് നമ്മുടെ മെയിൻ ഒരു കോസ്റ്റ് വരുന്നത്. ഓൾമോസ്റ്റ് നമുക്ക് പറയുമ്പോൾ 4000 ദിർഹംസ് വരെ നമുക്കൊരു മാസം ഒരു ചെലവ് എന്ന് പറയുമ്പോൾ അതെ തട്ടിമുട്ടി കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു 4000 ദിർഹംസ് വരെ ചെലവ് വരുന്നുണ്ട്. നാട്ടിലൊരു 80,000 നമുക്ക് അറ്റ്ലീസ്റ്റ് വേണ്ടി വരും. കാരണം പിന്നെ ഉള്ളിൽ പോയാൽ പിന്നെ നമുക്ക് കഥ മാറി. അതുമല്ല തീരെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാന്നുണ്ടെങ്കിൽ പിന്നെ അത്ര വരില്ല. പക്ഷെ ഒരു മിനിമം തരക്കേടില്ലാതെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ടുപേർക്കും ഇൻകം ഉണ്ടായിരിക്കണം. ഒരാൾ മാത്രമാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സാലറി നമുക്ക് വേണ്ടി വരും. അതല്ല പിന്നെ രണ്ടുപേർക്കും ഇൻകം ഉണ്ടാവണം. രണ്ടുപേർക്കും കൂടി ഒരു 7,000 അറ്റ്ലീസ്റ്റ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു 500 രൂപയെങ്കിലും കയ്യിൽ വെക്കാൻ പറ്റും. ലൈഫ് സ്റ്റൈൽ എന്ന് പറയാൻ നല്ല അടിപൊളി ലൈഫ് സ്റ്റൈലാണ്. അതേപോലെ എനിക്ക് ഞാൻ മറന്നുപോയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേണമെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ടില്ല, ജസ്റ്റ് വിസിറ്റിംഗ് വിസയിലാണ് നിങ്ങൾ വരാൻ പോണത്, ഓർ എൽസ് നിങ്ങൾ ജോലി അന്വേഷിക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ നല്ല സാലറി ഉള്ള ജോബൊക്കെ കിട്ടുകയാണെങ്കിൽ ദുബായിൽ സെറ്റിൽ ആവണതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ദുബായ് അല്ലെങ്കിൽ ഷാർജ, അല്ലെങ്കിൽ പിന്നെ വേറെ കുറേ എമിറേറ്റ്സ് ഉണ്ട്, ഫ്യൂജേറ ഉണ്ട്, പിന്നെ ഷാർജ ഏറ്റവും ഉള്ളിലത്തെ ഏരിയകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ എക്സ്പെൻസ് കുറച്ചും കൂടി നമ്മുടെ ഈ ഡെയിലി എക്സ്പെൻസ് ആയാലും നമ്മുടെ ഈ ഫ്ലാറ്റിൻ്റെ എക്സ്പെൻസ്, സ്കൂൾ എക്സ്പെൻസ് എല്ലാം നമുക്ക് നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും. ഇന്ന് ഷാർജയിലേക്ക് വരാൻ എളുപ്പമുള്ളത് കൊണ്ടാണ് ഷാർജയിൽ ഇത്രയധികം മലയാളീസ് ഉള്ളത്. കാരണം ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഷാർജ. അപ്പോൾ നമുക്ക് ദുബായിൽ നിന്ന് ഷാർജയിൽ വരാൻ അത്ര ടൈം പിടിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാർജ താമസിച്ച് ദുബായ് ജോലി ചെയ്യുക എന്നുള്ളതാണ് കൂടുതൽ മലയാളികൾ ചെയ്തു വരുന്ന ഒരു കാര്യം. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ വീഡിയോ. ഇന്നത്തെ കുറിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു.
എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരുപാട് അറിഞ്ഞിട്ടില്ല, അപ്പൊ അറിയാവുന്ന നമുക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യും. കാരണം ഞാനൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ സത്യം പറയാലോ എനിക്ക് ഒരു വിധത്തിലേക്ക് ഹെൽപ്പ് കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ കംപ്ലീറ്റ് ഒരു 0 നോളജ് ആയിട്ടായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. സോ ഞാനിവിടെ വന്ന സമയത്ത് വന്നിട്ടല്ല, ഒരു 1-2 മാസം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഈ ന്യൂ കമേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ലേഡീസൊക്കെ ഫാമിലി ആയിട്ട് ന്യൂ കമേഴ്സ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നി അങ്ങനത്തെ ഒരു വ്ളോഗ് ക്രിയേറ്റ് ചെയ്താലോ എന്ന് എനിക്ക് തോന്നി. പക്ഷെ എനിക്ക് ആ ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സിന് എനിക്ക് മെസ്സേജ് ചെയ്യാൻ തുടങ്ങിയത് എങ്ങനെ എക്സ്പെൻസ് എങ്ങനെയാവും, ഞങ്ങൾ അങ്ങോട്ട് വരാൻ പോവാണ്, അപ്പോൾ എവിടെ ഫ്ലാറ്റ് എടുക്കുന്നുണ്ട്. സോ അതിനെ കുറിച്ച് അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതോടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഹാർഡ് വർക്കൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ മുന്നോട്ടുള്ള ഇതേപോലെ ഞങ്ങൾ കുറേ ഇൻഫോർമേറ്റീവ് വ്ളോഗ്സ് ആയിട്ട് ഞങ്ങൾ വരാൻ നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ അടിപൊളി കിടിലം വ്ളോഗായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.